ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമ്മുടെ വീക്കെൻഡ് നെതർലാൻഡിൽ പാർക്കിങ്ങിലുള്ള വണ്ടി ഇതോ കിടക്കുക. നല്ല കാറ്റ്, അടിപൊളി പാർക്കിങ്, നല്ല ഭംഗി. മരങ്ങളെല്ലാം ഉണ്ട് പാർക്കിങ്ങിൽ, നല്ല കാറ്റുമുണ്ട്. അപ്പർ സൈഡിൽ ഹോട്ടലും പിന്നെ കുറച്ച് നല്ല ചെറിയ വഴികളൊക്കെ ഉള്ള സ്ഥലം. ഞാൻ ഒന്ന് അങ്ങോട്ട് നടന്നു പോവാ. ആർക്കെങ്കിലും അറിയാവോ? മുന്തിരിയുടെ ടൈപ്പിലുണ്ട് കേട്ടോ. മുന്തിരിയുടെ ടൈപ്പിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാണ്. ഇതാണ്ട ഒരു കുരു ഉണ്ടായില്ല. പക്ഷെ ഒരുമാതിരത്തെ കറയുടെ ഒരു കശർപ്പുണ്ട്. ഇത് കഴിക്കുന്ന സാധനമാണോ അല്ലേന്ന് അറിയാണ്ട് ഇത് പറിച്ചിട്ടോ കഴിക്കാനോ പാടില്ലല്ലോ. നമുക്കറിയാണ്ട് ഒരു കായും പറിക്കാൻ പാടില്ല. ഇഷ്ടംപോലെ പിടിച്ചിരിക്കും, മൊത്തം മതിയല്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ലതും അറിയാമെങ്കിൽ പറയണേ ചേട്ടാ. നിറയെ പിടിച്ചിരിക്കുക. കുറച്ച് ദൂരം നടന്നു നോക്കി ഗേസ്. എന്തെങ്കിലും ആപ്പിൾ മരമോ അങ്ങനെ വല്ലതും ഉണ്ടായില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ദൂരം നടന്നു നോക്കി. പക്ഷേ സംഭവം ഇല്ല. ഇനി എനിക്ക് അങ്ങോട്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് നടന്ന് ഇങ്ങനെ പോകാനൊക്കെ. ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് പിന്നെ ക്രിക്കറ്റിനോട് ഭ്രാന്തില്ല. അവർക്ക് ഫുട്ബോൾ കളിക്കാനാണ്. ഒരാൾ ഇന്ന് ചൂണ്ടയിടുന്നുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ നമ്മൾ വണ്ടി ഇരുന്നപ്പോഴത്തേക്ക് ഒരു കാറിൽ ഒരാൾ വന്നിട്ട് നമുക്ക് ബ്രെഡ്, ബന്ന്, പിന്നെ കുറച്ച് കേക്ക്, മുട്ടായി, 2 പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ആ വരയ്ക്കുന്ന അവരുടെ ജീസസ് അങ്ങനെ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. അങ്ങനെ അവരെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് 2 ബുക്കും തന്നിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു അത് വായിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ. നല്ല സഹകരണവും സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരാണ്. ആരും മറ്റൊരാളെ ഉപദ്രവിക്കാനോ ഒന്നിനും പോകത്തുമില്ല. കാണുമ്പോൾ ഹായ് ഹലോ പറയും. അങ്ങനെ സമാധാന പ്രിയരാണ്. ഒരു ഒച്ചപ്പാടോ വഴക്കോ ബഹളമോ ഇതിനിടയിലൊന്നും കാണാൻ പറ്റില്ല. അവരുടെ വീടുകളിലായിരുന്നാലും എന്നാ രസമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഇരിക്കാനും. ഇതാ ഹോട്ടലിൽ കാണുന്ന ഹോട്ടലിൻ്റെ റൂമുകളാണ്. റെൻറ്റിന് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ വന്നിരുന്നു ആൾക്കാർക്ക് വന്നിരുന്ന് കാണാനും ഫുഡ് കഴിക്കാം. വ്യൂ പക്ഷെ വെള്ളം ഒരുമാതിരി കലങ്ങിയിട്ടാണുള്ള.
നടന്ന് അപ്പുറം അപ്പുറം ക്രോസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പാലം. സെറ്റല്ലേ? എന്താ ഇതിൻ്റെ ഇലോ ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഹായ്, നോക്കോ മരത്തിൻ്റെ ഇലയാണ് നിൽക്കുന്നത്. ഇവിടെ ഹോട്ടലാണ്. നെതർലാൻഡിൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ? നമ്മളെ നാട്ടിലെ ടാക്സിയിൽ മഞ്ഞയും കറുപ്പും എഴുതിയിരിക്കും പോലെയാണ് ഇവിടുത്തെ നെതർലാൻഡിൻ്റെ വണ്ടിയുടെ കംപ്ലീറ്റ് മഞ്ഞയും കറുപ്പും. മഞ്ഞയും കറുപ്പും എല്ലാം മഞ്ഞയും കറുപ്പും തന്നെ നെതർലാൻഡ്. ഇന്നലെ കച്ചിൽ ഇറക്കിയതിന് ശേഷം ഈ പാർക്കിങ്ങിൽ വന്ന് കിടന്നു. ഇന്ന് രാവിലെ എന്ത് ചെയ്തു, തുണി കഴുകി ഇതിൻ്റെ ബാക്കിൽ വിരിച്ചു. കാലിയായതുകൊണ്ട് ഇതിനകത്ത് വിരിച്ചു. പിന്നെ ഇന്നലെ നല്ല രീതിയിൽ വൃത്തിയാക്കിയാണ്. എന്നിട്ടെന്താ വീണ്ടും പൊടികൾ, കച്ചിലിൻ്റെ പൊടികൾ വീണ്ടും അങ്ങറ്റം വരെ കുറേശ്ശേ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്നതാണ്. മാക്സിമം ചെയ്യാൻ അതാണ്ട ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പുകളിലൊക്കെ കയറിയിരിക്കണതൊക്കെ ഇപ്പോൾ കാറ്റടിച്ച് ഇങ്ങോട്ട് വീണിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇനി വയ്യ തൂക്കാൻ. തൂത്ത് നല്ല മനുഷ്യൻ ഊപ്പാടിളകി. അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനേ ഇറങ്ങാൻ പറഞ്ഞു, ചായ ഇട്ട് തരാം, എന്നിട്ട് നമുക്കൊരു സിനിമയൊക്കെ കാണാൻ. അതിൻ്റെ മണ്ടേന്ന് പൊത്തിയാടി ഇറങ്ങുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് ഇവിടെ വന്ന് അവർ കൊണ്ടുതന്ന ബ്രെഡ്. വലിയൊരു ബ്രെഡും പിന്നെ ബന്ന്, പിന്നെ 2 പേന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലിതാ എഴുതിയിരിക്കുന്നുണ്ടോ, ജീസസ് ലവ്സ് യു. ഇതുപോലത്തെ 2 എണ്ണം കിട്ടി. ഒന്നവനും ഒന്നെനിക്ക്. ഒന്ന് വണ്ടി കംപ്ലീറ്റ് ക്ലീനാക്കി സെറ്റാക്കി തറയിലൊക്കെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് നമ്മളത് കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.